ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഈ ഒരു മാസം, ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ എല്ലാ വിശുദ്ധ കുർബാനകളിലും എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ഓർക്കുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനകളിലും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും എന്ന വാക്കാണ്. പ്രിയപ്പെട്ടവരെ, വളരെ സുന്ദരമായി പ്രഭാതം നമുക്ക് ദൈവം ദാനമായി തന്നതാണ്, അല്ലേ? ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പഠിച്ച വചനം ഓർമ്മയുണ്ടോ? ഇന്നലെ പഠിച്ച വചനം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 1 വചനം 35. ആ വചനമായിരുന്നു ഇന്നലെ പഠിച്ചത്. ദ ഗോസ്പൽ ഓഫ് സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 1 verse 35. ആ വചനത്തിൻ്റെ എല്ലാ അഭിഷേകവും നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഞാൻ ഇന്നലെ ആവർത്തിച്ച് പറഞ്ഞ ഒരു വചനമായിരുന്നു. ഇന്നലെ ആവർത്തിച്ച് പറഞ്ഞ വചനമായിരുന്നു ആ വചനം. അതിങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഞാൻ ഇന്നലെ ആവർത്തിച്ച് ഒരുപാട് പ്രാവശ്യം ഇന്നലത്തെ എൻ്റെ ജീവിതപാതയിൽ ഞാൻ കടന്നുപോയ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ മനസ്സിൽ ആവർത്തിച്ച് ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. The Holy Spirit will come upon me and the power of the Most High will overshadow me. അങ്ങനെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്. അപ്പം അങ്ങനെ പറയുമ്പോഴൊരു പ്രത്യേകമായ ഒരു സംരക്ഷണ വലയം എനിക്ക് ചുറ്റും തീർക്കപ്പെടുന്നതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങളും അത് ആവർത്തിച്ച് പറയണം. ഇന്ന് നാം പഠിക്കുന്ന വചനം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യമാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. ചുമ്മാ ഒന്നുമല്ല, ദൈവത്തിൻ്റെ സ്നേഹം അത്രമാത്രം നമുക്ക് തന്നുകൊണ്ട് നമ്മെ വിളിക്കുകയാണ് ദൈവമക്കളെന്ന്. അപ്പം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ തന്നെയാണ് താൻ. അങ്ങനെയാണ് വചനം പറയുന്നത്. നാം അങ്ങനെ തന്നെയാണ് താൻ. അപ്പോൾ ആ 1-ാം വചനം ഓർക്കുക. 3-ാം അധ്യായം 1-ാം വചനം, the first letter of Saint John chapter 3 verse 1. അത് ആ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. See what love the Father has given us. കണ്ടോ, എത്ര സുന്ദരമാണ്. What love the Father has given us, that we are called the children of God. And that's what we are. അതാണ് വചനം പറയുന്നത്. നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് വിളിക്കപ്പെടുന്നവരാണ്. അപ്പോൾ ദൈവമക്കളുടെ ഒരു അവകാശം നമുക്കുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം. എന്നെ ദൈവമകനെന്ന്, ദൈവമകളെന്ന് വിളിക്കുന്ന ദൈവപിതാവ് എനിക്കുണ്ട്. സ്നേഹത്തോടെ നമുക്ക് ഈ ദിവസം ആ പിതാവിനെ സ്നേഹിച്ചുകൊണ്ട്, പിതാവിൽ ആശ്രയിച്ചുകൊണ്ട്, പിതാവിലേക്ക്, ആ ദൈവപിതാവിലേക്ക് നമുക്കൊന്ന് ചാഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് അനുഭവിച്ചറിയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.